ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജേക്കബ് തോമസ്. A&J മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ലോകപ്രശസ്തമായ 1001 രാത്രികളെക്കുറിച്ചാണ്. ശരിയായ പേര് ആൽഫ് ലൈല വാ ലൈല, അഥവാ 1000 രാത്രികളും പിന്നെ ഒരു രാത്രിയും. പല ചെറുതും വലുതുമായ കഥകളുടെ കൂട്ടമാണിത്. ഇതിലെ ആദ്യത്തെ കഥയാണ് ഷഹ്രിയാർ രാജാവിൻ്റെ കഥ. പണ്ട് ഇന്ത്യ ചൈന ദ്വീപുകൾ വാണിരുന്ന രാജാവിന് 2 മക്കളുണ്ടായിരുന്നു, ഷഹ്രിയാറും ഷാസമാനും. പിതാവിൻ്റെ കാലശേഷം ഷഹ്രിയാർ രാജാവായി. ഷാസമാനാകട്ടെ സമർക്കണ്ടിൻ്റെ ഭരണാധികാരിയായി. പ്രജാക്ഷേമ തൽപരരായിരുന്ന അവരെ ജനങ്ങൾ സ്നേഹിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഷഹ്രിയാറിന് അനിയനെ കാണാൻ മോഹമുണ്ടായി. അനിയനെ വിളിച്ചുകൊണ്ടുവരാൻ മന്ത്രിയെ അയച്ചു. മന്ത്രി സമർക്കണ്ടിലെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. തൻ്റെ പരിവാരങ്ങളോടൊപ്പം ചേട്ടനെ കാണാൻ പുറപ്പെട്ടു. അല്പദൂരം സഞ്ചരിച്ചപ്പോഴാണ് എന്തോ എടുക്കാൻ മറന്നുപോയത്. തിരിച്ചു കൊട്ടാരത്തിലെത്തിയപ്പോൾ തൻ്റെ ഭാര്യ ഒരു കറുമ്പനുമായി രമിക്കുന്നു. രാജാവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. തൻ്റെ വാളെടുത്ത് രണ്ടിനെയും വധിച്ചു. വൈകാതെ തന്നെ ചേട്ടൻ്റെ അടുത്തെത്തി. അനിയൻ്റെ ഉന്മേഷക്കുറവ് കണ്ടപ്പോൾ യാത്രാക്ഷീണമാണെന്ന് വിചാരിച്ചു. ഷഹ്രിയാർ രാജാവ് വേട്ടയ്ക്ക് പോയി. ചേട്ടൻ്റെ കൊട്ടാരം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഷാസമാൻ നടക്കാൻ ഇറങ്ങി. അവിടെയുള്ള കിളിവാതിലിലൂടെ നോക്കിയപ്പോൾ 20 പുരുഷന്മാരും 20 സ്ത്രീകളും പരിപൂർണ നഗ്നരായി കാമകേളികളിൽ മുഴുകി. അതിൽ ഷഹ്രിയാറിൻ്റെ ഭാര്യയുമുണ്ടായിരുന്നു. തൻ്റെ അവസ്ഥ തന്നെയാണ് ചേട്ടനുമെന്ന് മനസ്സിലാക്കിയ ഷാസമാൻ്റെ ദുഃഖം കുറഞ്ഞ് ഉന്മേഷവാനായി. ചേട്ടൻ തിരിച്ചു വന്നപ്പോൾ ചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം വിശ്വസിക്കാതിരുന്ന ചേട്ടന് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു. തങ്ങളെപ്പോലെ തുല്യ ദുഃഖിതനായ മൂന്നാമതൊരാളെ കണ്ടെത്തുന്നതുവരെ ഈ രാജ്യത്ത് തങ്ങൾ കാലുകുത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ശേഷം വേഷപ്രച്ഛന്നരായി രാജ്യം വിട്ടു. രാവും പകലും നടന്ന് കടൽക്കരയിലെത്തി. അവിടെ ഒരു വൻമരമുണ്ടായിരുന്നു. സമീപത്തായി ചെറിയ പുൽത്തകിടിയും അതിനു മധ്യത്തിൽ തെളിനീരുറവയും കണ്ടു. വെള്ളം കുടിച്ചു ദാഹമകറ്റിയിട്ട് വിശ്രമിക്കാനിരുന്നപ്പോൾ കടലിൽ നിന്നും ഒരു ആരവം കേട്ടു. പ്രക്ഷുബ്ധമായ കടലിനും നടുവിൽ കറുത്ത മുഖം പ്രത്യക്ഷപ്പെട്ട് ആകാശത്തോളം ഉയർന്നു. മെല്ലെ അത് കരയിലേക്ക് നീങ്ങി തുടങ്ങി. അത് കണ്ട് ഭയന്ന രാജാക്കന്മാർ ഓടി മരത്തിന് മുകളിൽ കയറി ഇരുന്നു. കരയിലെത്തിയ ധൂമസ്തംഭം രൂപം മാറി ഭൂതമായി തീർന്നു. മല പോലുള്ള ഉടലും ഈന്തപ്പന പോലെ കൈകാലുകളുമുള്ള ഭൂതം ഭൂമി കുലുങ്ങുമാർ നടന്നു വന്ന് തലയിലിരുന്ന വലിയ പെട്ടി നിലത്ത് വെച്ചു. പെട്ടിയുടെ മൂടി തുറന്നപ്പോൾ അതിൽ നിന്നൊരു സുന്ദരി എണീറ്റു വന്നു. കവി പാടിയതുപോലെ പ്രഭാതകാന്തിയും പ്രസൂന ശോഭയും ത്രിസന്ധ്യ തന്നെ മോക്ക ഭംഗിയും ഒന്നു ചേർന്നുണ്ടായ ആ അപൂർവ സൗന്ദര്യധാമത്തെ ഭൂതം ഏറെ നേരം നോക്കി നിന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ തങ്കക്കുടമേ, പ്രഥമ രാത്രിയിൽ എനിക്ക് വശകിയായ എൻ്റെ പ്രിയെ, ഞാനൊന്ന് മയങ്ങട്ടെ. ഭൂതം അവളുടെ മടിയിൽ തലവെച്ച് ഉറക്കം തുടങ്ങി. സുന്ദരി മുകളിലേക്ക് നോക്കിയപ്പോൾ മരക്കൊമ്പിൽ ഒളിച്ചിരുന്ന രാജാക്കന്മാരെ കണ്ടു. അവൾ ആംഗ്യം കാട്ടി: താഴേക്ക് ഇറങ്ങിപ്പോരൂ, ഈ ഭൂതത്താനെ ഭയപ്പെടേണ്ട. തങ്ങൾക്ക് പേടിയാണെന്ന് ആംഗ്യ ഭാഷയിലൂടെ അറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു: പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. വേഗം താഴെ വന്ന് എൻ്റെ കാമാർത്തി ശമിപ്പിക്കൂ. യുവതിയുടെ ശൃംഗാര ചേഷ്ടകൾ കണ്ടിട്ടും ഭയം വിട്ടുമാറാതിരുന്ന അവരെ നോക്കി അവൾ ഭീഷണിപ്പെടുത്തി: ഉടൻ താഴെ ഇറങ്ങിയില്ലെങ്കിൽ അല്ലാഹുവാണെ, ഞാൻ ഭൂതത്തിനെ വിളിച്ചുണർത്തും. ഇയാൾ നിങ്ങളെ പിടിച്ചു തിന്നും. തുടർന്ന് ഓരോരുത്തരായി മരത്തിൽ നിന്നിറങ്ങി അവളുടെ അടുത്ത് ചെന്നു. അവൾ ആവശ്യപ്പെട്ട പ്രകാരം അവളോട് രമിച്ചു. ഒടുവിൽ സംതൃപ്തിയായ സുന്ദരി തൻ്റെ മാലയിൽ കോർത്തിട്ടിരുന്ന മോതിരങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു: ഇത് കണ്ടോ, 570 എണ്ണമുണ്ട്. എന്നോടൊത്ത് ഒരു പ്രാവശ്യം ക്ഷയിച്ചിട്ടുള്ളവർ ഒരു മുദ്രാമോതിരം തരണമെന്നാണ് വ്യവസ്ഥ. നിങ്ങളും ഓരോ മോതിരം എനിക്ക് തരണം. രാജാക്കന്മാർ മോതിരം ഊരിക്കൊടുത്തു. സുന്ദരി തൻ്റെ ചരിത്രം പറഞ്ഞു കേൾപ്പിച്ചു. എന്നെ എൻ്റെ വിവാഹ ദിവസം ഈ ഭൂതം തട്ടിക്കൊണ്ടു പോകുന്നതാണ്. പെട്ടിക്കുള്ളിൽ മയക്കി കിടത്തി 7 ചങ്ങല കൊണ്ട് പൂട്ടി
കടലിനടിയിൽ സൂക്ഷിക്കും. അപൂർവമായി മാത്രമേ പുറത്തു കൊണ്ടുപോകാറുള്ളൂ. പക്ഷെ പെണ്ണ് ഒരുമ്പെട്ടാൽ തടുക്കാനാവില്ലെന്ന് ഈ പൊണ്ണത്തടീന് അറിഞ്ഞുകൂടാ. തരം കിട്ടുമ്പോഴൊക്കെ ഞാൻ മനുഷ്യ ശരീരത്തിന് ചൂട് ആസ്വദിക്കും. രാജാക്കന്മാരുടെ അത്ഭുതത്തിന് അതിരുണ്ടായിരുന്നില്ല. കഷ്ടം, ഇവളുടെ വഞ്ചന ഭൂതം അറിയുന്നില്ലല്ലോ. ഗഗനചാരിയായ ഭൂതത്തിന് ഇത്തരം ഒരു അമിളി വിണയമെങ്കിൽ പാവം മനുഷ്യരായ നമ്മുടെ വിധി ദുഃഖിക്കാനില്ല. അവൾ ആശ്വസിച്ചു. തുല്യ ദുഃഖിതനായ മൂന്നാമനെ കണ്ടെത്തിയതോടെ അവർക്ക് ഹൃദയലാഘവത്വം കൈവന്നു. രണ്ടുപേരും അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. ഷെഹരിയാർ കൊട്ടാരത്തിൽ ചെന്ന് തൻ്റെ പത്നിയുടെയും അവളോടൊപ്പം ഉദ്യാനത്തിലെ ക്രീഡകളിൽ പങ്കാളികളായിരുന്ന സ്ത്രീ പുരുഷന്മാരുടെയും ഗളച്ഛേദം നടത്തി. അന്നു മുതൽ ഓരോ രാത്രിയും കന്യകയായ ഓരോ യുവതിയെ തൻ്റെ അന്തപുരത്തിൽ എത്തിക്കണമെന്ന് മന്ത്രിയോട് ചട്ടം കെട്ടി. രാത്രി അവളുടെ കന്യകത്വം നശിപ്പിക്കുകയും പുലർച്ചയ്ക്ക് അവളെ വധിക്കുകയുമായിരുന്നു പതിവ്. ഇങ്ങനെ നീണ്ട 3 വർഷങ്ങൾ കഴിഞ്ഞു. നാട്ടിൽ ഭയത്തിൻ്റെ കരുനിഴൽ വ്യാപിച്ചു. കന്യാകുമാരുടെ എണ്ണം കുറഞ്ഞു വന്നു. കുറേ മാതാപിതാക്കൾ പെൺമക്കളുമായി നാട് വിട്ടുപോയി. ഒടുവിൽ നാട്ടിൽ ഒരു പെൺകുട്ടി പോലും അവശേഷിച്ചില്ല. മന്ത്രിക്ക് ഉത്കണ്ഠയായി. രാജാവിന് കാഴ്ചവയ്ക്കാൻ കന്യകയില്ല. രാജകോപം ഭയന്ന് അയാൾ സ്വന്തം ഭവനത്തിൽ വിധികർത്തവ്യമൂഢനായി ഇരുന്നു. മന്ത്രിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. മൂത്തവൾ ഷഹറസാദ്, ഇളയവൾ ദുനിയാസാദ്. രണ്ടുപേരും സൗന്ദര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. മൂത്ത കുട്ടി ഷഹറസാദ് ആകട്ടെ അറിവിലും പഠിപ്പിലും അദ്വിതീയ. അവൾ വായിക്കാത്ത പുസ്തകങ്ങളില്ല. അവൾക്ക് അറിഞ്ഞുകൂടാത്ത കഥകളില്ല. 1000 കഥാഗ്രന്ഥങ്ങൾ അവൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. അന്നുവരെ ജീവിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരുടെയും കവികളുടെയും ചരിത്രം അവൾക്ക് ഹൃദിസ്ഥമാണ്. ഹൃദ്യമായി കഥ പറയാനും മധുരമായി കവിത ചൊല്ലാനും ഷഹറസാദിന് അറിയാം. ദുഃഖിച്ചിരുന്ന പിതാവിനോട് ഷഹറസാദ് പറഞ്ഞു, അച്ഛന് എന്തോ മനസ്താപമുണ്ടെന്ന് തോന്നുന്നു. സമാധാനമായിരിക്കണം. ഒന്നും ശാശ്വതമല്ലെന്ന കവിവാക്യം കേട്ടിട്ടില്ലേ? സുഖം മാത്രമല്ല, ദുഃഖവും അവസാനമില്ലാത്തതല്ലോ. അത് കേട്ട പിതാവ് തൻ്റെ ദുഃഖത്തിനുള്ള കാരണം മകളോട് പറഞ്ഞു. മകളുടെ മറുപടി ഇപ്രകാരമായിരുന്നു, അത് സാരമില്ല. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് ഞാനൊരു പരിഹാരമുണ്ടാക്കാം. രാജാവിൻ്റെ ഇന്നത്തെ ഭാര്യ ഞാനാകാം. ഞാൻ ജീവിച്ചിരുന്നാലും വധിക്കപ്പെട്ടാലും അത് മുസൽമാന്മാരുടെ മക്കളുടെ മോചനത്തിന് കാരണമാകും. അവരുടെ ദുരിതത്തിന് അന്ത്യമുണ്ടാകും. മകൾ പറഞ്ഞത് പിതാവിനും ബോധ്യമായില്ല. സർവശക്തൻ എനിക്ക് തുണയായിരിക്കട്ടെ, നിനക്ക് തുണയായിരിക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു അത്യാപത്തിൽ ചെന്നു ചാടാൻ ഞാൻ സമ്മതിക്കില്ല. ഷഹറസാദ് തൻ്റെ നിശ്ചയം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കഴുതയുടെ വാക്ക് കേട്ട കാളയുടെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിന് ബാക്കി അടുത്ത എപ്പിസോഡ്. ഗുഡ് ബൈ.